COVID-19 സ്ഥിരീകരിച്ച പത്തനംതിട്ടയിൽ മാസ്കുകൾക്ക് കൂടിയ വില ഈടാക്കുന്നതായി പരാതി. 4 രൂപ വിലയുള്ള മാസ്കുകൾക്ക് 50 രൂപ വരെ ഈടാക്കുന്നതായാണ് പരാതി. പത്തനംതിട്ടയിൽ COVID-19 സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് പലരും മാസ്കുകൾ ധരിക്കുന്നത്. ആവശ്യക്കാരുടെ എണ്ണം കൂടിയതോടെ മെഡിക്കൽ സ്റ്റോറുകൾ വഴിയും മറ്റു കടകൾ വഴിയുമുള്ള മാസ്കുകളുടെ വിപണനവും സജീവമാണ്. ഈ അവസരം മുതലാക്കിയാണ് പത്തനംതിട്ടയിലെ ചില മെഡിക്കൽ ഷോപ്പുകൾ മാസ്കുകൾക്ക് അമിത വില ഈടാക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. 4 രൂപയുള്ള മാസ്കുകൾക്ക് 50 രൂപ ഈടാക്കുന്നതായാണ് ആരോപണം. അമിതമായ റേറ്റാണ് അവർ ഞങ്ങളോട് ചോദിച്ചത്. അവർ 2 എണ്ണത്തിന് 50 രൂപ ചോദിച്ചത്. പക്ഷേ ഞങ്ങൾ പുറത്ത് അന്വേഷിച്ച് മറ്റുള്ള ചോദിച്ചപ്പോൾ 4 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. മാസ്കിന് ഞങ്ങൾ ഇന്നലെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പോൾ 2 എണ്ണത്തിന് 50 രൂപ വാങ്ങിച്ചു. ഈ കൊറോണ വെച്ച് അവർ മാസ്ക് വെച്ച് കാശുണ്ടാക്കും. മാസ്കുകൾക്ക് അമിത വില ഈടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ആവശ്യത്തിനുള്ള മാസ്കുകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ ഇതിനകം തന്നെ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. കോവിഡ് പശ്ചാത്തലത്തിൽ മാസ്കുകൾക്ക് അമിത വില ഈടാക്കുന്നുവെന്ന പരാതിയിൽ കോട്ടയം നഗരത്തിലെ കടകളിൽ പരിശോധന. ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പാണ് റെയ്ഡ് നടത്തിയത്. പ്രാഥമിക പരിശോധനയിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതായും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം നടപടിയെടുക്കുമെന്നും ADM അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും COVID-19 സ്ഥിരീകരിച്ചതോടെ തിരുവനന്തപുരത്ത് മാസ്കുകൾക്ക് ദൗർബല്യം. വിതരണക്കാർ ആവശ്യത്തിന് മാസ്കുകൾ നൽകുന്നില്ലെന്നാണ് ചെറുകിട കച്ചവടക്കാർ പറയുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്കിപ്പം സാധനം സ്റ്റോക്ക് ഇല്ല, ഡിസ്ട്രിബ്യൂട്ടറിലും ഇല്ല, പ്രൊഡക്ഷൻ ആരും ഉണ്ടാകുന്നില്ല, സാധനം ഇല്ല. ഈ വില കൂട്ടി വിൽക്കാറൊക്കെ ഉണ്ടോ ഈ സമയത്ത്? അങ്ങനെ പരാതികളൊക്കെ അങ്ങനെ കുറച്ച് പരാതിയുണ്ട്. കാരണം നമുക്ക് 10 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം ഡിസ്ട്രിബ്യൂട്ടർ ആവശ്യപ്പെട്ടപ്പോൾ അതിപ്പം 30 രൂപ വിലയാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് 10 രൂപ MRP അടിച്ചിട്ട് 30 രൂപയ്ക്ക് വിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. സാനിറ്റൈസറിന് ഇതേ അവസ്ഥ തന്നെയാണ്. സാനിറ്റൈസർ ഇപ്പം സ്റ്റോക്ക് ഇല്ല, ആരുടെയും കയ്യിലില്ല. 3-4 ഡിസ്ട്രിബ്യൂഷൻസിനെ ചോദിച്ചപ്പോഴെല്ലാം പറയുന്നത് ഇതാണ്, സാധനം ഇല്ല, റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. മുമ്പ് 10 രൂപ. കൊച്ചിയിൽ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയതായി ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും ആവർത്തിക്കുമ്പോഴും പല മെഡിക്കൽ സ്റ്റോറുകളിലും മാസ്കുകളും സാനിറ്റൈസറുകളും ലഭ്യമല്ല. രാവിലെ തന്നെ ഇവ തീർന്നെന്നും ഓർഡർ നൽകിയിട്ടും വിതരണക്കാർ എത്തിച്ചില്ലെന്നുമാണ് കടക്കാർ പറയുന്നത്. ചില കടകളിൽ അമിത വില ഈടാക്കുന്നുവെന്നും പരാതിയുണ്ട്. സിജോ വീൻ ജോണിന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്ന് ഉച്ചയ്ക്ക് ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നൊരു കാര്യം, ഇവിടെ ആവശ്യത്തിന് മാസ്കുകളുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടത്തുള്ള ഒരു ഷോപ്പാണ്. ഈ ഷോപ്പിൽ നിരവധി ആളുകളാണ് മാസ്ക് വാങ്ങാൻ വേണ്ടി ഇപ്പോൾ നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കട ഉടമ നമ്മളോട് പറഞ്ഞത് രാവിലെ തന്നെ തീർന്നതാണ്. അവരോട് തന്നെ ചോദിച്ചു, ചേച്ചി ഇത് എപ്പോഴാണ് ഇവിടുത്തെ മാസ്കുകൾ തീർന്നത്? മാസ്ക് തീർന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ പ്രശ്നം അറിഞ്ഞപ്പോൾ തുടങ്ങി ഞങ്ങൾ ഒത്തിരി മാസ്കുകൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. N95 മാത്രമല്ല, സാധാരണ മാസ്കുകളെല്ലാം. പക്ഷേ ഞങ്ങളിന്ന് രാവിലെ കട തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതിൻ്റെ മുമ്പിൽ നിറച്ചും ആൾക്കാർ സാനിറ്റൈസറിനും മാസ്കിനും ഗ്ലൗസിനും ഒക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. കട തുറന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ മാസ്കുകളെല്ലാം തീർന്നു. ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ മാസ്കും സാനിറ്റൈസറും ആയിരുന്നു. മാസ്ക് പിന്നെ ഞങ്ങൾ എവിടെയും വിളിച്ചു ചോദിച്ചിട്ട് എവിടെയും കിട്ടാനില്ല എന്നാണ് അറിഞ്ഞത്. ഒരു ചേച്ചി മാസ്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ചേച്ചി ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ സാനിറ്റൈസർ വാങ്ങിക്കാനാണ് വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഉച്ചയാകുമ്പോഴേക്കും വരുമെന്ന് പറഞ്ഞു, വൈകുന്നേരത്തിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം വൈകുന്നേരം വന്നു, അപ്പോഴും ഇല്ല, തീർന്നെന്നാണ് പറയണത്. ഇത് ഒരെണ്ണം കിട്ടി, പിന്നെ അത് ഓഫീസ് യൂസിനായിട്ട് എടുത്തു. അപ്പോൾ വീട്ടിലെ യൂസിന് വേണ്ടിയിട്ട് അത്രയും വലിയ ഓഫീസിലേക്ക് ഒരെണ്ണമാണ് കിട്ടിയേക്കുന്നത്. ഇനിയിപ്പം ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഒരെണ്ണം ചോദിച്ചിട്ട് വൈകുന്നേരം വരാനാണ് പറഞ്ഞത്. വൈകുന്നേരം വന്നപ്പോഴേക്കും അത് തീർന്നു പോയെന്ന് പറയണം. എന്താ ചെയ്യുന്നത്? ഇനിയിപ്പോൾ വേറെ സ്ഥലങ്ങളിൽ പോകാനാണോ? വേറെ എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കണം. നമ്മുടെ സുരക്ഷ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ വേറെ എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കണം. എവിടെ കിട്ടണേന്ന് വെച്ചാൽ അവിടെ നോക്കി നടക്കുകയാണ്. ഇപ്പോൾ 2-3 മെഡിക്കൽ സ്റ്റോറിലാണ് ഞാൻ കയറുന്നു, എവിടെയില്ല. രാവിലെ തുടങ്ങി അന്വേഷിച്ച് നടക്കുന്നതാ, ഒരു സ്ഥലത്തും ഇല്ല. ഇത് ഇപ്പോൾ വൈകുന്നേരം രണ്ടാമതും ഇല്ല. ഞാൻ അന്വേഷിച്ചു, പലയിടത്തും അന്വേഷിച്ചു, എവിടെയില്ല. ഇപ്പം രാവിലെ വന്നപ്പോൾ ഈ മാഡം പറഞ്ഞു വൈകുന്നേരം വരാൻ പറഞ്ഞു. വൈകുന്നേരം വന്നപ്പോഴും ഇല്ല, തീർന്നെന്നാണ് പറയുന്നത്. അതാണ്. ഓക്കെ, നിരവധി ആളുകളാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. അവർ പലപ്പോഴും നിരവധി കടകളിൽ കയറി ഇറങ്ങുന്നുണ്ട്. എന്നിട്ടും പല കടകളിലും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും പറയുന്നത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മാസ്കുകളുണ്ട്, അല്ല സാനിറ്റൈസർ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ അത് പല കടകളിലും ഇപ്പോഴും ലഭ്യമല്ല. എന്ത് ചെയ്യണമെന്നൊരു ആശങ്കയാണ് ഇപ്പോൾ ഇവിടെ എത്തുന്ന ആളുകൾക്കുള്ളത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ശ്യാംദാസിനൊപ്പം സിജോ വിജോൺ, ന്യൂസ് 18.
കോവിഡ്-19 ബന്ധപ്പെട്ട് ഇടുക്കിയിൽ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലുള്ള ആളുകളുടെ എണ്ണം 28ആയി. ഇതിൽ 3 പേരുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. ഈ സാഹചര്യം കണക്കിലെടുത്ത് ഇടുക്കിയിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് 15 ദിവസത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഹോട്ടലുകളിലും റിസോർട്ടുകളിലും താമസിക്കുന്ന വിനോദസഞ്ചാരികളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ജില്ലാ കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകി. രാജാക്കാട്ടിൽ കൊറോണ സ്ഥിരീകരിച്ചെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. രാജാക്കാട് ഏരിയയിൽ കൊറോണ വൈറസ് പോസിറ്റീവായിട്ട് ആളുകളുണ്ടെന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അതെല്ലാം വ്യാജമായ വാർത്തകളാണ്. അപ്പോൾ ഒരുപാട് ഈ വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് നമ്മുടെ രാജാക്കാട് പഞ്ചായത്തിലെ ആളുകൾ ആവശ്യപ്പെട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിംഗ് നടത്തുന്നത്. നമുക്ക് ഇറ്റലിയിൽ നിന്ന് വന്ന 5 പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ 5 പേരെ കൂടാതെ തായ്ലൻഡിൽ നിന്ന് വന്ന 9 പേര് കൂടി ഉണ്ട്. ഇവരെല്ലാവരും നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ പൂർണ്ണ നിരീക്ഷണത്തിലാണ്. ഇതിലാർക്കും തന്നെ രോഗം സ്ഥിരീകരിച്ചിട്ടില്ല, ആർക്കും തന്നെ രോഗലക്ഷണങ്ങളും ഇല്ല. ഈ വന്ന 5 പേരും നമ്മൾ അവരെ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. അവർക്കാർക്കും ഇപ്പോൾ രോഗലക്ഷണങ്ങളൊന്നുമില്ല. അതിൽ 76 വയസ്സായ ഒരമ്മച്ചി അടങ്ങുന്ന 3 പേരുള്ള ഒരു കുടുംബമുണ്ട്. ആ അമ്മച്ചിക്ക് മാത്രം ചെറിയൊരു ചുമയുണ്ടായിരുന്നു. അവർക്ക് വർഷങ്ങളായിട്ട് ചുമയുടെ അസുഖമുള്ള ആളാണ്. അവർ കഴിഞ്ഞ ദിവസം ആശുപത്രി വന്ന് മരുന്ന് വാങ്ങിച്ചിരുന്നു. അത് കുറയുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് കഫം പരിശോധിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഇപ്പോൾ ഇല്ല. അത് നമ്മൾ ആരോഗ്യവകുപ്പിലെ നമ്മുടെ ജില്ലാ ഭരണകൂടവുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് നമ്മളെല്ലാ കാര്യങ്ങളും നടത്തുന്നത്. കുരങ്ങുപനി തടയുന്നതിൽ ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും ഗൗരവത്തോടെ ഇടപെടില്ലെന്ന് ആരോപിച്ച് വയനാട് കളക്ടർക്ക് മുൻപിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. തിരുനെല്ലി പഞ്ചായത്തിലെ അപ്പപ്പാറയിൽ കുരങ്ങുപനി ബാധിച്ച് കഴിഞ്ഞ ദിവസം വീട്ടമ്മ മരിച്ചിരുന്നു. കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലിയിരുത്തി. പനി റിപ്പോർട്ട് ചെയ്ത് അവിടുന്ന് കൊണ്ടായിട്ട് അവരെ പോലും അവിടുന്ന് തിരുനെല്ലി പഞ്ചായത്തിലെ അപ്പപ്പാറയിൽ കഴിഞ്ഞ ദിവസം കുരങ്ങുപനി ബാധിച്ച് വീട്ടമ്മ മരിച്ചിരുന്നു. മേഖല സന്ദർശിക്കാനെത്തിയ ജില്ലാ കളക്ടർ അദീല അബ്ദുള്ളയ്ക്ക് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. പ്രദേശത്ത് കുരങ്ങന്മാർ ചത്തുകിടക്കുന്നത് അറിയിച്ചിട്ടും വനം വകുപ്പും ആരോഗ്യവകുപ്പും ഗൗരവത്തോടെ കണ്ടില്ല. മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കിയില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇവരെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് പാരസെറ്റമോളും ബാക്കിയുള്ള അത്യാവശ്യം ചികിത്സ കൊടുത്തിങ്ങോട്ട് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അവരെ രണ്ടാമതും കൊണ്ടുപോയപ്പോൾ രണ്ടാമതും പാരസെറ്റമോളും കാര്യങ്ങളൊക്കെ കൊടുത്തിങ്ങോട്ട് വിടുകയത്. ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഛർദി കൂടിയപ്പോഴാണ് പിന്നെ വീണ്ടും കൊണ്ടുപോയപ്പോഴാണ് അവിടെ അഡ്മിറ്റ് ആക്കാൻ പോലും അവിടുത്തെ ഡോക്ടർമാര് ഒരു സന്നദ്ധത കാണിച്ചത്. ജാഗ്രതയോടെയാണ് ജില്ലാ ഭരണകൂടം ഇടപെടുന്നതെന്ന് ജില്ലാ കളക്ടർ അദീല അബ്ദുള്ള പറഞ്ഞു. പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കും. എല്ലാ വകുപ്പുകളും കാര്യക്ഷമമായി ഇടപെടുന്നുണ്ടെന്നും കളക്ടർ വ്യക്തമാക്കി. പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇനി വാർഡുകൾ തോറും ചെന്ന് ഇമ്മ്യൂണൈസേഷൻ ഡ്രൈവ് കംപ്ലീറ്റ് ചെയ്യാനും രോഗലക്ഷണം കാണിക്കുന്ന കുരങ്ങുകളെ മാറ്റി താമസിപ്പിക്കാനും കഴിയുന്നത്ര കുരങ്ങുകളെ ഉൾക്കാടുകളിലേക്ക് വിടാനും ഒക്കെയുള്ള നടപടികൾ സ്വീകരിച്ച്. നിലവിൽ ജില്ലയിൽ 13 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 9 അപ്പപ്പാറയിലാണ്. കുത്തിവയ്പും ബോധവൽക്കരണ പ്രതിരോധ നടപടികളും ഊർജിതമാക്കാൻ കാട്ടിക്കുളത്ത് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. നാളെ ജില്ലയിലേക്ക് കൂടുതൽ വാക്സിൻ എത്തിക്കാനും നിർദ്ദേശം നൽകി. ന്യൂസ് 18 വയനാട്. പക്ഷിപ്പനി ബാധയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ കോഴികളെയും വളർത്തുപക്ഷികളെയും കൊല്ലുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. നടപടികൾ വേഗത്തിലാക്കാൻ 22 സംഘങ്ങളെ കൂടി അധികമായി വിന്യസിക്കാൻ തീരുമാനമായി. മന്ത്രി ടി.പി. രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. രോഗം കണ്ടെത്തിയ വേങ്ങേരി വെസ്റ്റ് കൊടിയത്തൂർ പ്രദേശങ്ങളിലെ വീടുകൾ കയറിയിറങ്ങിയാണ് ഇന്നും വളർത്തുപക്ഷികളെ കൊല്ലുന്നത്. ആദ്യ ദിനമായ ഇന്നലെ രോഗമില്ലാത്ത പക്ഷികളെ കൊല്ലുന്നത് പ്രദേശവാസികൾ ചോദ്യം ചെയ്തതിനാൽ നടപടികൾ വൈകിയിരുന്നു. മന്ത്രി ടി.പി. രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ അവലോകന യോഗം ചേർന്നു. 2 ദിവസം കൂടി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരാനാണ് തീരുമാനം. മലപ്പുറത്തും മൃഗസംരക്ഷണ വകുപ്പിലെയും ആരോഗ്യവകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം ചേർന്നു. നിലവിൽ 5 അംഗങ്ങളുള്ള 24 ടീമാണ് പ്രവർത്തന സജ്ജമായുള്ളത്. 22 ടീമിനെ കൂടി അധികമായി വിന്യസിക്കും. റിസർവ് ടീം നമുക്ക് ഒരു 4 ടീം ഇപ്പോൾ ഉണ്ട്. പിന്നെ കൂടുതൽ കുറച്ച് ടീമുകളെ നമ്മളിപ്പോൾ രാവിലെ മന്ത്രി ടി.പി. രാമകൃഷ്ണൻ സാറിൻ്റെ റിവ്യൂ ഉണ്ടായിരുന്നു. സാർ പറഞ്ഞത് അയൽ ജില്ലകളിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാൻ പറഞ്ഞു. അയൽ ജില്ലകളിലെ ജില്ലാ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ടീമുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരോഗ്യമുള്ള കോഴികളെ ഒക്കെ തന്നെയാണ് നശിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അത് മനുഷ്യരിലേക്ക് പടരുന്നത് തടയാൻ വേണ്ടി മാത്രമാണ്. പക്ഷികൾക്കൊപ്പം മുട്ട, തീറ്റ, കാഷ്ടം എന്നിവയും നശിപ്പിക്കുന്നുണ്ട്. പ്രതിരോധ നടപടികൾ നാളെയും തുടരും. പ്രവർത്തനങ്ങൾക്കായി അയൽ ജില്ലകളിലെ ഉദ്യോഗസ്ഥരെ കൂടി വിളിച്ചു വരുത്താനാണ് തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. പക്ഷിപ്പനി ഭീതിയിലമർന്ന കോഴിക്കോട് വേങ്ങരയിൽ കൊന്നൊടുക്കുന്ന പക്ഷികൾ നോവുന്ന കാഴ്ചയാകുന്നു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തു പക്ഷികളെയാണ് ദൗത്യസംഘം കൊന്നൊടുക്കുന്നത്. അവർക്ക് പക്ഷിപ്പനി ഭീതിയൊന്നും അറിയില്ലായിരുന്നു. ചിലർ ഇണയെ കൂവി ഉണർത്തി.
മറ്റു ചിലരാവട്ടെ പതിവില്ലാത്ത ആൾക്കൂട്ടത്തെ കണ്ട് കൗതുകത്തോടെ നോക്കുകയായിരുന്നു. വീടിന് അലങ്കാരമായിരുന്നു അവർ, ഓമനിച്ചു വളർത്തിയ പക്ഷികൾ. ഇനി മുന്നിലുള്ളത് മരണമെന്നു പോലും അവർക്ക് അറിയില്ലായിരുന്നു. ഒടുവിൽ ദൗത്യ സംഘത്തിന്റെ കൈകളാൽ കഴുത്തറ്റ് അവർ പോളിത്തീൻ കവറിലേക്ക് പിടഞ്ഞു വീണു. ഓമനകളുടെ മരണം കണ്ട് വിറങ്ങലിച്ച് ഓരത്ത് നിൽപ്പുണ്ട് പോറ്റി വളർത്തിയവർ. മനുഷ്യരിലേക്ക് പനി പടരാതിരിക്കാൻ ബലിയാവുകയാണ് ഈ ഓമന പക്ഷികൾ. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. പക്ഷിപ്പനി കണ്ടെത്തിയ കോഴിക്കോട് കൊടിയത്തൂരിൽ കോഴി ഫാം ഉടമയെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്തുന്നതായി പരാതി. പക്ഷിപ്പനി പടർന്നതിന് കാരണം ഇവരെന്നാരോപിച്ചാണ് ഇവരെ ഒറ്റപ്പെടുത്തുന്നത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച കൊടിയത്തൂരിൽ കോഴിഫാം ഉടമ അബ്ദുൾ മജീദിനെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്തുന്നതായാണ് പരാതി. ഇവരുടെ ഫാമിലാണ് ആദ്യം പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത്. കോഴിഫാമിന് പുറമെ ഇവർക്ക് പശു വളർത്തലുമുണ്ട്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ശേഷം വീട്ടിൽ നിന്ന് പാൽ വാങ്ങാൻ പോലും ആളുകൾ മടിക്കുകയാണെന്ന് അബ്ദുൾ മജീദ് പറഞ്ഞു. കുട്ടികളെ പോലും അകറ്റി നിർത്തുന്നതിൽ ദുഃഖമുണ്ട്. മറ്റുള്ളവർക്ക് ജനങ്ങളോട് സംസാരിക്കുന്നത് പോലും ചിലപ്പോൾ ഇഷ്ടം. പിള്ളേരങ്ങോട്ട് വിടുന്നില്ല. എൻ്റെ പിള്ളേർ അങ്ങോട്ട് പോകുന്നത് പേടി, അങ്ങനെ രീതിയിലൊക്കെ ഉള്ളത്. കാരണം ഞങ്ങൾ കാരണമാണ് ഇത് ഇവരെ കോഴിയൊക്കെ പോയതെന്നുള്ള സംസാരമായി. അവർക്കുള്ളത് കിട്ടിയില്ലെങ്കിലും പിന്നെ ഞങ്ങളെ പരിചാരിക്കൊണ്ടേയിരിക്കും. കാരണം അവരെ വീതി മാറ്റുകയും വേണം, അവർക്കുള്ള നഷ്ടം കൊടുക്കുകയും വേണം. ആളുകൾ സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. പക്ഷിപ്പനിക്ക് കാരണക്കാർ എന്ന രീതിയിലാണ് ആളുകൾ കാണുന്നത്. കൊന്നൊടുക്കുന്ന കോഴികൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്തതിലും നിരാശയുണ്ട് മജീദിനും കുടുംബത്തിനും. ന്യൂസ് 18 മുക്കം. വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭക്തി നിർഭരമായ സമാപനം. 10,000-ങ്ങളാണ് പൊങ്കാല ചടങ്ങുകളിൽ പങ്കെടുത്തത്. കോവിഡ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിലും ഭക്തജന തിരക്കിന് കുറവുണ്ടായില്ല. പുലർച്ചെ മുതൽ വലിയ ഭക്തജനത്തിരക്കാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. പലർക്കും ദർശനം സാധ്യമായത് മണിക്കൂറുകൾ വരി നിന്ന്. 9:45 ശുദ്ധപുണ്യാഹത്തോടെ അടുപ്പുവെട്ട് ചടങ്ങുകൾ തുടങ്ങി. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് കുഴിക്കാട്ടിലില്ലത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നും ദീപം പകർന്ന് മേൽശാന്തി പി ഈശ്വരൻ നമ്പൂതിരിക്ക് കൈമാറി. എറണാകുളത്ത് ഒരു പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ നടപടിക്രമങ്ങളെല്ലാം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ കുറെ കൂടി ഊർജിതമാക്കുകയും പുതിയ രീതിയിൽ ഇതിനെ നമുക്ക് എങ്ങനെയാണ് കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കുക എന്ന രീതിയിൽ കുറെ കൂടി ശക്തമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ഇതിലിപ്പോൾ നമുക്ക് സംസ്ഥാന തലത്തിലാകെ ഇപ്പോൾ നമ്മുടെ മൊത്തം ആളുകൾ നമ്മുടെ നിരീക്ഷണത്തിലുള്ളത് 1116 പേരാണ്. അവരിൽ 967 പേർ ഹോം ക്വാറന്റൈനിലാണ്. വിവിധ ജില്ലകളിൽ നമ്മൾ അവരെ വീട്ടിൽ നിരീക്ഷണത്തിൽ നിർത്തിയവരാണ്. 149 പേർ ഈ വിവിധ ജില്ലകളിലായി ഹോസ്പിറ്റലിൽ നമ്മുടെ ഐസൊലേഷനിലും ഒബ്സർവേഷനിലുമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇവര് എല്ലാവരും വളരെ ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളവർ മാത്രമല്ല, ഈ സിംറ്റംസ് ഒക്കെ കാണുന്നവരടക്കം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവരെ ഹോസ്പിറ്റലിൽ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിൽ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ ഇന്ന് പ്രൈമറി കോണ്ടാക്ട് ഇന്നലെ രാവിലെ മുതൽ 6 മണി മുതൽ കോണ്ടാക്ട് ട്രേസിംഗ് തുടങ്ങിയതാണ്. കാരണം പോസിറ്റീവ് കേസാണെന്ന് റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ രാത്രി തന്നെ മിനിഞ്ഞാന്ന് രാത്രി തന്നെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു VC എടുക്കുകയും എല്ലാവരെയും ഈ വീഡിയോ കോൺഫറൻസിൽ ജില്ലകളിലുള്ള ആളുകളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് മീറ്റിംഗ് നടത്തുകയും പിറ്റേന്ന് വെളുപ്പിന് 6 മണി മുതൽ തന്നെ ഈ കോണ്ടാക്ട് ട്രേസിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അവിടുത്തെ ജില്ലയിൽ കലക്ടറുടെയും DMOയുടെയും നേതൃത്വത്തിലുള്ള ടീം അവിടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഞാനും ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ സരിതയും അവിടെ പോയിരുന്നു. രാത്രി മീറ്റിംഗ് എടുത്തിരുന്നു.
രാത്രി ഞങ്ങൾ നടത്തിയ മീറ്റിംഗ് മാത്രമല്ല, ഉച്ചയ്ക്ക് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ രാജു മിനിസ്റ്റർ കൂടി പങ്കെടുത്തുകൊണ്ട് രാജു മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ അവിടെ മീറ്റിംഗ് നടത്തി. അവിടുത്തെ MLA-മാരെല്ലാം ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിന്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ കോണ്ടാക്ട് ട്രേസിംഗ് വളരെ ശ്രമകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഴുവൻ ആളുകളെയും കിട്ടി എന്നുള്ളതല്ല, നല്ല തോതിൽ ഇവരുമായിട്ടുള്ള കോണ്ടാക്ട് ട്രേസ് ചെയ്യാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഇവരുടെ പ്രൈമറി കോണ്ടാക്റ്റിൽ വരുന്നത് 270 പേരാണ്. 150 പേരെ ഇന്നലെ തന്നെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. 120 പേര് ഇന്ന് പുതുതായിട്ട് ഈ കോണ്ടാക്ട് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. 270 പേർ പ്രൈമറി കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇവരുമായിട്ട് ബന്ധം ഉണ്ട് എന്ന്, അടുത്ത ബന്ധമുണ്ട്, കോണ്ടാക്ട് ഉണ്ട് എന്ന് കാണുന്ന 270 പേര് വന്നിട്ടുണ്ട്. ഇതിൽ വളരെ ഹൈ റിസ്ക് ആയിട്ട് തോന്നുന്നത്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്ട് ആയിട്ട് വന്നിട്ടുള്ളത് 95 പേരാണ്. അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ രോഗലക്ഷണങ്ങളോടുകൂടി വന്നിട്ടുള്ളത്, ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ളത് 5 പേരാണ്. ഒരാൾ കൂടി 6 പേരാണ് ഇന്ന് വന്നിട്ടുള്ളത്. രോഗലക്ഷണം അവരെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്, വ്യത്യസ്ത ഹോസ്പിറ്റലുകളിലായി ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് എടുത്തിട്ടുള്ള കോണ്ടാക്ട് ലിസ്റ്റ് അനുസരിച്ച് സെക്കൻഡറി കോണ്ടാക്ട് 449 പേരാണ്. ഇന്നലെ തന്നെ 164 പേരെ സെക്കൻഡറി കോണ്ടാക്ട് ഉൾപ്പെട്ടിരുന്നു. 285 പേരെ ഇന്ന് പുതുതായിട്ട് കിട്ടിയിട്ടുണ്ട്. 449 പേരാണ്. ഈ കോണ്ടാക്ട് ട്രേസിംഗ് തുടരുകയാണ്. കാരണം ഇത് വളരെ ഒരുപാട് അന്വേഷണം നടത്തിയിട്ട് ഇവരുമായിട്ട് ആർക്കെങ്കിലും വിദൂരമായിട്ടുള്ള ബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്നടക്കം പരിശോധിച്ചുകൊണ്ടാണ് കോണ്ടാക്ട് ലിസ്റ്റ് പൂർണ്ണമാക്കുന്നത്. അത് ഇന്ന് രാത്രി കൊണ്ട് കുറച്ച് പേരൊക്കെ കൂടി നമുക്ക് കിട്ടും. അത് പൂർണ്ണമാകുന്നത് വരെ കോണ്ടാക്ട് ട്രേസിംഗ് തുടരുമെന്നുള്ളതാണ്. നമുക്ക് ഇതിന്റെ രോഗം അവിടെ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുമായിട്ടുള്ള കോണ്ടാക്ട് ട്രേസ് ചെയ്യുക എന്നുള്ളതാണ്, ഐസൊലേഷൻ. ഇത് കുറച്ച് ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. ഇത്രയും ആളുകൾ ഇനി പേഷ്യൻസ് ആയിട്ട് വരാനിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഐസൊലേറ്റ് ചെയ്യാനുള്ള പ്രത്യേക സംവിധാനം ഉണ്ടാകണം. ഇന്നലെ അവിടെ സ്വകാര്യ ആശുപത്രികളുടെ ഉടമകളുടെ അടക്കം മീറ്റിംഗ് ചേർന്നിരുന്നു. IMAയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും ഹെൽത്ത് സെക്രട്ടറിയും സംഘവും എല്ലാം തന്നെ അവരെല്ലാം ബന്ധപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എത്ര ബെഡ് നമുക്ക് പലയിടത്തും ഐസൊലേറ്റ് ചെയ്ത് കിട്ടും, ഇതെല്ലാം ആലോചിക്കുന്നുണ്ട്. അതിനുള്ള പകരം സംവിധാനമൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ പഴുതടച്ചിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. കൂടുതൽ പേഷ്യൻസ് വരികയാണെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്യാനുള്ള സംവിധാനവും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട്. വിമാനത്താവളവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ വന്നിറങ്ങുന്ന വിദേശികളുടെ ലിസ്റ്റ് പരമാവധി കിട്ടാൻ നമ്മൾ ഏറ്റവും നന്നായിട്ട് പരിശ്രമിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. പുതുതായി വരുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഇന്ന് വളരെ കാര്യമായിട്ട് ഇന്നത്തെ യോഗത്തിൽ നമ്മൾ ആലോചിച്ചത് ഈ കോണ്ടാക്ട് ലിസ്റ്റ് ട്രേസ് ചെയ്യാനടക്കം നമുക്ക് കമ്മ്യൂണിറ്റി സർവൈലൻസ് ശക്തമാക്കുക എന്നുള്ളതാണ്. അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി വലിയ സഹായം ആവശ്യമായിട്ട് വരും. പഞ്ചായത്ത് തലത്തിൽ അവിടുത്തെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ആ വാർഡിൽ അവിടെ വാർഡ് ഹെൽത്ത് കമ്മിറ്റിയുണ്ട്. അപ്പോൾ അതിൻ്റെ അടക്ക സഹായത്തോടു കൂടി ഓരോ വാർഡിലും പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ, ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ഥിതി എന്താണ്, ഇത് പരിശോധിച്ച് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ സർവൈലൻസ് സിസ്റ്റം കുറച്ചും കൂടി വികേന്ദ്രീകരിച്ച് കുറച്ചും കൂടി താഴേക്ക് അതിന് സ്ട്രെങ്തൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ ലോക്കൽ ലെവലിൽ അത്തരത്തിലുള്ള ഒരു അനൗൺസ്മെന്റ് നടത്താനും വാർഡ് തലത്തിൽ ഈ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള അനൗൺസ്മെന്റ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്. പല വഴിക്ക് വരാം. ചിലപ്പോൾ വെളിയിൽ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഇറങ്ങിയിട്ട് റെയിൽവേ വഴി വരാം, ബസ് വഴി വരാം. ഇതെല്ലാം ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ വന്നു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഹെൽപ്പോടുകൂടി വാർഡ് തലത്തിൽ ഇത്തരം ആളുകളെ കണ്ടുപിടിക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നഗരപ്രദേശത്താണെങ്കിൽ റെസിഡന്റ് അസോസിയേഷനുകളെ ഇത് ചുമതലപ്പെടുത്തുകയാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും റെസിഡന്റ് അസോസിയേഷന്റെ കമ്മിറ്റിയും കാര്യങ്ങളും ഉണ്ട്. അവര് ഗവൺമെന്റിന്റെ പല പ്രവർത്തനങ്ങളിലും ആ രീതിയിൽ സഹകരിക്കാറുണ്ട്, അസോസിയേഷൻ എന്നുള്ള നിലയിൽ തന്നെ. അതിന്റെ ഭാരവാഹികളെ വിളിച്ച് അവിടുത്തെ കൗൺസിലർമാർ ഈ കാര്യം ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അവിടെയെല്ലാമുള്ള കാര്യങ്ങൾ കിട്ടും എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ അതും നമ്മൾ പ്രത്യേകിച്ച് നോക്കുന്നുണ്ട്. മറ്റൊന്നിപ്പോൾ സംശയത്തിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ സിംറ്റംസ് ഉള്ള കേസിലുമൊക്കെ ധാരാളം സാമ്പിളുകൾ നമുക്ക് അയക്കേണ്ടതായിട്ട് വരുന്നു.
അത്തരം സാമ്പിളുകളെല്ലാം ഒരിടത്തു നിന്ന് പരിശോധിക്കുക എന്നുള്ളത് ദുഷ്കരമായിട്ടാണുള്ളത്. എന്നാൽ നമുക്കത് വേറെ എവിടെന്നെങ്കിലും പരിശോധിക്കണമെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ പെർമിഷൻ വേണം. അപ്പോൾ നമ്മുടെ ഹെൽത്ത് സെക്രട്ടറിയും SMD എല്ലാം കൂടി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള പെർമിഷൻ ചോദിച്ചിരുന്നു. ഇപ്പോൾ 2 മെഡിക്കൽ കോളേജുകളിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇത് പരിശോധിക്കാനുള്ള ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്ക് ഏതാഴ്ച പറഞ്ഞു ശർമ്മ ഡോക്ടർ? ബുധനാഴ്ചയോടുകൂടി നമുക്ക് പരിശോധന തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നാളെ തന്നെ പരിശോധന തുടങ്ങാനുള്ള ഏർപ്പാട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് ആ പരിശോധന നടത്താൻ കഴിയും എന്ന് കരുതുന്നു. നമ്മൾ കൂടുതൽ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി ആരോഗ്യമന്ത്രിയുടെ വാർത്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളൊരു ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നു. കഴിയാവുന്നത്ര ഈ കോണ്ടാക്റ്റിലുള്ള ആളുകളെ കണ്ടുപിടിക്കുകയും സിംറ്റം ഉള്ളതാണെങ്കിൽ ഹോസ്പിറ്റലൈസ് ചെയ്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കമ്മ്യൂണിറ്റിയിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതൽ നടപടികളും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. മറ്റു വകുപ്പുകളുടെ സഹായവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇത് നമുക്ക് തോന്നുന്നു ഈ രീതിയിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നന്നായിട്ട് പോകാം എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ഒരു ഫേക്ക് മെസ്സേജുകളും വാർത്തകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തടസ്സപ്പെടുത്താൻ മീഡിയ ഒക്കെ സഹായിക്കണം. നിങ്ങൾ ചിലരൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അതിന് നന്ദി പറയുന്നു. അപ്പോൾ പലതരത്തിലുള്ള മെസ്സേജുകൾ വരികയാണ്, പലതരത്തിലുള്ള എക്സാജറേഷനുകൾ വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് ഉള്ള റിലീസ് അല്ലാതെ ജില്ലയിലാണെങ്കിൽ ജില്ലാ കൺട്രോൾ റൂമിലെ അവരുടെ പരിശോധന കഴിഞ്ഞ് വൈകുന്നേരം നൽകുന്ന ബുള്ളറ്റിൻ അല്ലാതെ മറ്റു വാർത്തകൾ കണക്കിന്റെ കാര്യത്തിലായാലും പോസിറ്റീവ് കേസിന്റെ കാര്യത്തിലായാലും ഒന്നും വിശ്വസിക്കരുത്. നമ്മൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണ്. അതല്ലാത്ത ഒരു വാർത്ത പരന്നാൽ അത് നാട്ടിലാകെ വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കും. അങ്ങനെ ഒരു നാടിനെ മുഴുവൻ അസ്വസ്ഥതയിലേക്ക് നയിക്കുന്നത് ശരിയല്ല. അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടും ഉണ്ടാക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഇപ്പോൾ മറ്റെല്ലാ ജില്ലകളിലും എവിടെയെങ്കിലും പറയുകയാണ് ഈ നാട്ടിൽ ഇത്ര ആള് കൊറോണ ബാധിതരായിരിക്കുന്നു എന്ന രീതിയിലൊക്കെ ചിലർ എഴുതുന്നുണ്ട്, ഒരടിസ്ഥാനം ഇല്ലാത്ത രീതിയിൽ. വൈറസിനെ കുറിച്ചും പലതും പറയുന്നുണ്ട്, സുചിന്തിതമല്ലാത്ത അഭിപ്രായം. ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് നിലനിൽക്കുക, തണുപ്പത്താണ് നിൽക്കുക, ചൂടിൽ നിൽക്കില്ല. ഇതെല്ലാം ചിലപ്പോൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്ന ആളുകളടക്കം പറയുകയാണ്. അത് അവസാനിപ്പിക്കണം. അത്തരത്തിലുള്ള ഒരു പരാമർശവും ഗുണം ചെയ്യില്ല എന്നുള്ളതാണ്. നമ്മൾ വളരെ സാഹസികമായിട്ട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ അതിന് സഹായകമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള വാർത്തകൾ ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സൈബർ സെല്ല് അതിന്റെ വിവരങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. പോലീസുമായി കൂടി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുകയാണ്. മറ്റൊരു കാര്യം, പബ്ലിക് ഹെൽത്ത് ആക്ട് അനുസരിച്ച് മറ്റുള്ളവർക്ക് രോഗം പകർത്താൻ സഹായിക്കുക എന്നുള്ളത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതുകൊണ്ട് ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് അഫക്റ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ അത് മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ പബ്ലിക് ഹെൽത്ത് ആക്ട് അനുസരിച്ച് കേസ് എടുക്കേണ്ടതായിട്ട് വരും. ഇതേവരെ ഒരു അപ്പീലായിട്ട് നമ്മൾ ഇക്കാര്യം പലപ്പോഴും പറഞ്ഞിരുന്നു. ഈ കൊറോണ പ്രത്യക്ഷപ്പെട്ട നാൾ മുതൽ വലിയൊരു ശതമാനം ആളുകൾ സ്വമേധയാ വന്ന് റിപ്പോർട്ട് ചെയ്ത് ആരോഗ്യവകുപ്പിന്റെ എല്ലാ അഡ്വൈസും സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ച് നിന്നിട്ടുണ്ട്. അവരൊരുപാട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സഹായവും കൂടി കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ഒതുക്കിയത്, അല്ലെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചത്. ഫസ്റ്റ് കേസ് 3 പോസിറ്റീവ് വന്നിട്ടും അതിൽ നിന്നും മറ്റൊരാൾക്ക് പോലും പകരാതെ സൂക്ഷിക്കാൻ ആരോഗ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തുടരുകയാണ്. സംസ്ഥാനത്ത് 1000-ലേറെ പേരാണ് ഇപ്പോൾ ആശുപത്രിയിലും വീടുകളിലുമായി നിരീക്ഷണത്തിൽ കഴിയുന്നത്. പത്തനംതിട്ടയിലെ കോവിഡ് ബാധിതരുമായി ബന്ധപ്പെട്ട ആളുകളെ മുഴുവനായി കണ്ടെത്താനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. ഒപ്പം വിമാനത്താവളങ്ങളിലും ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നും മന്ത്രി പറയുന്നു. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.